ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഓറഞ്ച് കളർ ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി വെറും 2 സാധനങ്ങൾ ഉപയോഗിച്ചാണ് കേട്ടോ. മെയിനായിട്ട് വെറും 2 സാധനങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഈ ടേസ്റ്റിയായ ലഡു തയ്യാറാക്കിയെടുക്കാം. അധികം പണിയൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിനാവശ്യമായി ഞാനിവിടെ ഏകദേശം 1/2 കിലോ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കിലോ കടലപ്പരിപ്പ് കൊണ്ടാണ് കേട്ടോ ഈ ലഡു തയ്യാറാക്കാൻ പോകുന്നത്. അത് ഏകദേശം 2-2.5 മണിക്കൂറോളം നല്ലപോലെ വെള്ളത്തിൽ കുതിർത്തെടുത്ത കടലപ്പരിപ്പാണിത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഞാനിപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം. ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഡുവാണ് കേട്ടോ. നോർമലായിട്ടുള്ള ലഡു തയ്യാറാക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ബൂന്തിയൊക്കെ തയ്യാറാക്കാനും പിന്നെ ആ ഒരു കറക്റ്റ് പാകത്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കടലപ്പരിപ്പ് ഇവിടെ നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതിലേക്ക് തന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടായ ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോരോ പീസ് എടുത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ടൈം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ 1-2 സൈഡൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഇപ്പം നമ്മുടെ പരിപ്പ് കടല ഇവിടെ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച കടലപ്പരിപ്പ് ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ ബൂന്തി തയ്യാറാക്കുന്നതിന് പകരമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കടലമാവിനെ കൊണ്ട് ബൂന്തി തയ്യാറാക്കുമല്ലോ, അതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇവിടെ ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഏലക്കായ, കറാമ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ സാഫ്രോൺ. അങ്ങനെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് അല്പം ഫുഡ് കളർ കൂടി ചേർത്തിട്ടുണ്ട്, ആ ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഒരു നൂൽപ്പരുവമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, ഇതുപോലെ നൂൽപ്പരുവമാവുന്നത് വരെ ഈ പഞ്ചസാര ഒന്ന് കുറുക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഇതിലേക്ക് മിക്സ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര സിറപ്പ് എത്തുന്ന വിധത്തിൽ വേണം മിക്സാക്കി എടുക്കാൻ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ചുകൂടെ വെള്ളം അധികമായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ തീ ഓൺ ചെയ്ത് വെച്ചിട്ട്
നമുക്കൊന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫാക്കി എടുക്കാം. പിന്നെ നല്ല പോലെ തണിഞ്ഞതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. എൻ്റെത് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല, കാരണം എൻ്റെത് ഏകദേശം ആ ഒരു ഞാൻ കാണിച്ചു തന്നല്ലോ ആ ഒരു നൂൽപ്പരുവമാകുമ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ടേസ്റ്റിയായ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ്, നല്ല ജ്യൂസി ആയ സൂപ്പർ ലഡുവാണ്. തീർച്ചയായും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. കണ്ടില്ലേ, ഇപ്പം എൻ്റെത് മൊത്തമായിട്ട് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 kg ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. 1/2 kg കടലപ്പരിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ലഡു തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ കമൻ്റ് ഇടുക. ഇൻഷാല്ലാ ഇതുപോലെ മറ്റൊരു വ്യത്യസ്തമായ വിഭവവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.